കാലവർഷം കേരളം തൊടാൻ മണിക്കൂറുകൾ മാത്രം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. 5 മണിക്കൂർ തുടർച്ചയായ മഴ പെയ്തതോടെ തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങി. പ്രധാന റോഡുകളെല്ലാം കരകവിഞ്ഞൊഴുകിയതോടെ പല പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, അതിശക്തമായ മഴയാണ് ഇന്ന് തലസ്ഥാനത്തും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായത്. ഒപ്പം കാലവർഷം കലിതുള്ളി പടിവാതിക്കൽ എത്തിനിൽക്കുകയാണ്. ഇപ്പോൾ ജനജീവിതം എത്രത്തോളം ദുസ്സഹമാണ്? ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന മറ്റ് വിശദാംശങ്ങളും. കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ച് മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തപ്പോൾ തിരുവനന്തപുരം തിരുവനന്തപുരം നഗരം ആകെ വെള്ളത്തിലായൊരു അവസ്ഥയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ജഗതി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കിള്ളിയാറിൻ്റെ കരയിലാണ് ഇത്രയും ദുരിതമായിട്ട് വെള്ളമുള്ളത്. കഴിഞ്ഞ 5 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തപ്പോൾ തന്നെ ഡാമുകളൊന്നും തുറന്നു വിടാതെ തന്നെ ഈ കിള്ളിയാറ് കര കവിഞ്ഞൊഴുകി വെള്ളം അകത്തേക്ക് റെസിഡൻസ് മേഖലകളിലൊക്കെ അകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. വരുന്ന മണിക്കൂറിലും മഴ ശക്തമാകുമെന്നാണ് പ്രവചിക്കുന്നത്. വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ കാലവർഷം തീരം തൊടും. വളരെ മോശമായിട്ടുള്ള വെള്ളമാണ് ഈ ജനവാസ മേഖലയിലേക്ക് കയറിയിട്ടുള്ളത്. കിള്ളിയാറിനെ സംബന്ധിച്ചിടത്തോളം ആമേഴഞ്ചാൻ തോടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ആറാണ് ഈ ആമേഴഞ്ചാൻ തോട്. നമുക്കറിയാം, സിറ്റിയിലെ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു വേസ്റ്റ് ഡംപ് ചെയ്യാൻ, പ്രധാനപ്പെട്ട വേസ്റ്റുകളെല്ലാം വലിച്ചെറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ നമ്മുടെ ഈ ആമേഴഞ്ചാൻ തോടെന്ന് പറയുന്നത്. ആമേഴഞ്ചാൻ തോടിന് സമാന്തരമായിട്ട് ഒഴുകുന്നതാണ് കിള്ളിയാറ്. കിള്ളിയാറിന്റെ തീരത്താണ് ഇത്രയും മോശമായിട്ടുള്ള അവസ്ഥയിൽ കാണാൻ സാധിക്കുന്നത്. ജഗതി മാത്രമല്ല, തിരുവനന്തപുരത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. ഗൗരീശപട്ടം, അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ പ്രധാന സാംസ്കാരിക പൈതൃകം ഉറങ്ങുന്ന ഒരു മാർക്കറ്റാണ് ചാല മാർക്കറ്റ്. ചാല മാർക്കറ്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 2022 ഏതാണ്ട് 200 കോടി രൂപയാണ് സാംസ്കാരിക ഇടനാഴിയായിട്ട് പുനഃക്രമീകരണം ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് അനുവദിച്ചത്. എന്നിട്ട് നാളുകൾ ഇത്രയും കഴിഞ്ഞിട്ടും തലസ്ഥാനത്ത് യാതൊരുവിധ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചാല മാർക്കറ്റ്, ഗൗരീശപട്ടം, അതുപോലെ തന്നെ ജഗതി, വഴയില തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ഈ വീടുകളിലേക്കൊക്കെ വെള്ളം തള്ളിക്കയറുന്ന അവസ്ഥയിൽ മഴയ്ക്ക് കുറച്ചു നേരത്തെ ശമനമുണ്ടെങ്കിൽ പോലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങളുടെ പ്രവചനം. നമുക്കറിയാം, 31-ാം തീയതിയോട് കൂടിയായിരുന്നു സംസ്ഥാനത്തെ കാലവർഷം തീരം തൊടുമെന്ന് പ്രവചിച്ചിരുന്നെങ്കിലും നേരത്തെ തന്നെ ഇപ്പോൾ ഒരു ദിവസം നേരത്തെ തന്നെ കാലവർഷം എത്തുമെന്ന പ്രവചനമാണുള്ളത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിലും അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് രാവിലെ മുതൽ ഏതാണ്ട് ഉച്ചവരെ പെയ്ത മഴയാണ് ഒരുപക്ഷെ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദുരിതത്തിലാക്കിയിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു 100 മീറ്റർ മാറിയാൽ മാത്രമാണ് കിള്ളിയാറുള്ളത്. കിള്ളിയാറ്റിൽ നിന്നും വേസ്റ്റ് വെള്ളം അല്ലെങ്കിൽ മലിനജലം ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇതേ സമാനമായ രീതിയിൽ തന്നെയാണ് പ്രധാനപ്പെട്ട മേഖലകളെല്ലാം. തിരുവനന്തപുരത്തെ ഇത്തരത്തിലുള്ള പ്രളയ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈ ചെറിയ വെള്ളക്കെട്ട് പ്രദേശങ്ങളായിട്ട് നഗരസഭ ഇപ്പോഴും ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രധാനമായും 3 തോടുകളാണ്. ആമഴഞ്ചാൻ തോട്, തെറ്റിയാറ്, അതുപോലെ തന്നെ പഴവങ്ങാടി തോട്. ഇത് 1998 തിരുവനന്തപുരം നഗരസഭയുടെ എസ്റ്റിമേറ്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭ ഈ പ്രളയ മുന്നറിയിപ്പ്, ചെറിയ വെള്ളക്കെട്ട് മുന്നറിയിപ്പുള്ള പ്രദേശങ്ങളായിട്ട് 98 കൊണ്ടുവന്ന ഒരു 3 ആറുകളാണ്. പക്ഷേ ഈ 98 കഴിഞ്ഞ് ഇത്രയും വർഷം, അതായത് ഏതാണ്ട് 27 വർഷം കഴിഞ്ഞിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കണക്ക് അല്ലെങ്കിൽ ഉള്ള വിവരം എന്ന് പറയുന്നത് ഈ 3 തോടുകളിൽ നിന്നുമാണ് തിരുവനന്തപുരത്ത് പ്രധാനമായിട്ടും വെള്ളം കയറുന്നതാണ്. പക്ഷേ ആ ഫോർമുലകളൊക്കെ കഴിഞ്ഞിട്ട് 27 വർഷം കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് ഒരു പക്ഷേ ഈ വെള്ളക്കെട്ടിന് പരിഹാരമായിട്ട് വൃത്തിയാക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് തോടാണ് നിറഞ്ഞൊഴുകുന്നത്, ഏത് ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള വെള്ളം കയറുന്നത് തുടങ്ങിയ പഠനങ്ങളൊന്നും നടത്തുന്നില്ല. ഈ നഗരവാസികൾ ഇത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന
കാരണം ഈ നഗരസഭയുടെയും അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെയും അനാസ്ഥ തന്നെയാണ്. യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും മുന്നൊരുക്കങ്ങളും ഉണ്ടായിട്ടില്ല. ഒരു മഴ പെയ്താൽ പുഴയുമായി ഒഴുകുന്ന റോഡ്, ഒപ്പം കനത്ത മഴയാണ് ഇന്ന് വൈകിട്ട് വരെ തിരുവനന്തപുരം നഗരത്തിൽ, തിരുവനന്തപുരം ജില്ലയിലും ഒപ്പം തെക്കൻ കേരളത്തിലും ഉണ്ടായത്. ജനജീവിതം അത്രത്തോളം ദുസ്സഹമായി. വരും മണിക്കൂറുകളിൽ തന്നെ കലിതുള്ളി കാലവർഷം എത്തും എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഈ വർഷം കാലവർഷം കനക്കും എന്നുള്ള മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലുമാണ് സംസ്ഥാനം. ടിനുദാസാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.